ഞാൻ ഹൗസ് ബോട്ട് മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം 9 വർഷത്തോളമായി. പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കുടുംബജീവിതം പോലെയാണ്. പരസ്പര വിശ്വാസത്തോടെയൊക്കെ പോകണം. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ വെച്ച് വേണേലും പളുങ്ക് പാത്രം പോലെ പൊട്ടിപ്പോവാം. ഇപ്പോൾ ഒരു ബിഗിനർ എന്ന സ്റ്റേജിൽ ആർക്കും സ്വന്തമായിട്ട് തന്നെ തുടങ്ങി ഇതിൻ്റെ വരും വരാഴികൾ മനസ്സിലാക്കി നെക്സ്റ്റ് എക്സ്പാൻഷൻ ലെവലിലേക്ക് പോകുമ്പോൾ മാത്രം ഒരു പാർട്ട്നേഴ്സിനെ കൂട്ടുന്നതായിരിക്കും നല്ലത്. കേരള ടൂറിസം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്തായിരിക്കും? ഹൗസ് ബോട്ട്. ഞാനിപ്പോ എന്താ പറയാൻ പോകുന്നത് അറിയോ? അതെ, ഹൗസ് ബോട്ട് ബിസിനസിനെ കുറിച്ചാണ്. കേരളത്തിൽ വളർന്നു വരുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഹൗസ് ബോട്ടിംഗ് ബിസിനസ്. ഇത് എങ്ങനെ ആരംഭിക്കാം, എവിടെ ആരംഭിക്കാം, എന്തൊക്കെയാണ് ഇതിന് മുന്നോടിയായി ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മുടെ മെന്റർ സാബു ചാക്കോ ഫ്രീഡം ആപ്പ് വഴി നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം നമുക്കൊരു ഹൗസ് ബോട്ട് തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഹൗസ് ബോട്ടിൻ്റെ ഓണർഷിപ്പ് എടുക്കാനായിട്ട്. ഇനി അത് കൂടാതെ നമുക്ക് എന്തെല്ലാം ലോൺസ് ഉണ്ട്, അതുപോലെ ഇൻഷുറൻസ് ആവശ്യമാണോ എന്നുള്ളത് നമുക്കറിയണം. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ടോ സ്കീംസോ ഉണ്ടോ എന്ന് ഈ മേഖലയിൽ എന്നുള്ളത് നമുക്ക് നമ്മുടെ മെൻറ്ററോട് അറിയാം. സാബു സാർ നമ്മളോട് പോകുന്നുണ്ട്. സാബു സാർ, നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഹൗസ് ബോട്ട് ചെറിയ രീതിയിൽ ഹൗസ് ബോട്ട് തുടങ്ങുന്നതിനായിട്ട് എത്രയായിരിക്കും അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്? ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടപ്പുകാരെ സംബന്ധിച്ചോളം ഒരു സിംഗിൾ ബെഡ്റൂമിലൊക്കെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങുക. ഒരു സിംഗിൾ ബെഡ്റൂം ഹൗസ് ബോട്ട് ഒരു ഡീലക്സ് കാറ്റഗറിയിൽ വരുമ്പോൾ ഒരു 25 lakhsനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരു വീട് പണിയുന്ന പോലെയാണ്. എത്രത്തോളം നമുക്ക് ലക്ഷറി ആക്കാം അതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റും കൂടും. ഒരു സ്റ്റാർട്ടപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ 25-നൊക്കെ നമുക്കൊരു സിംഗിൾ ബെഡ്റൂം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം, ചെയ്യാൻ പറ്റും. 25 lakhs നമുക്ക് തുടങ്ങാൻ പറ്റും. അതെ, ഓക്കെ. പിന്നെ അതിനുശേഷം നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ഡീലക്സ് ഉണ്ട്, പ്രീമിയം ഹൗസ് ബോട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബഡ്ജറ്റ്, മിനിമം ബഡ്ജറ്റ് എത്രയായിരിക്കും ഒരു ഡീലക്സിനും അല്ലെങ്കിൽ ഒരു പ്രീമിയത്തിനും? ഒരു സിംഗിൾ ബെഡ്റൂം പ്രീമിയം കാറ്റഗറി അല്ല ലക്ഷറി വരുമ്പോൾ ഏകദേശം ഒരു 35 lakhs ഒക്കെ വരും. 35 lakhs അല്ലേ? ഓക്കെ. പിന്നെ ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബെഡ്റൂം 35 lakhsന് നമുക്ക് പ്രീമിയം ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു റൂമും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഈ 35 വരത്തില്ല, അതിനോട് ഒരു 20 lakhs കൂടെ ആഡ് ചെയ്താൽ 2 ബെഡ്റൂം ആവും. ശരി, സെയിം ഏകദേശം വലിയ വ്യത്യാസം വരുന്നില്ല, എന്നാൽ അതിലൂടെ ലാഭം വലുതാണ്. നമുക്ക് ഒരു പ്രൈമറി ബേസിക് എക്സ്പെൻസ് ഏതൊരു സിംഗിൾ ബെഡ്റൂമിനും 5 ബെഡ്റൂമിനും എല്ലാം ഉണ്ട്. ഓക്കെ. പക്ഷെ നമ്മൾ ആ ഒരു റൂം ആഡ് ചെയ്യുമ്പോൾ അത് കോസ്റ്റ് വളരെ കുറയും. അതായത് നമ്മളൊരു വീട് പണിയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറുള്ള ഒരു വീട് പണിയാനായിട്ട് ഒരു 50 ലക്ഷം ആണെങ്കിൽ സെക്കൻഡ് ഫ്ലോർ സെയിം കാറ്റഗറി മുകളിലേക്ക് പണിയുമ്പോൾ 50-ന്റെ സ്ഥാനത്ത് 25 കൂടെ ഉണ്ടെങ്കിൽ പണി തീരുമെന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഈ ഹൗസ് ബോട്ടിൽ. ഓക്കെ. ഇൻഷുറൻസിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് നമുക്ക് വേണ്ടത്? അതായത് നമ്മുടെ ഇൻഷുറൻസ് 2 രീതിയിലുള്ള ഇൻഷുറൻസ് ഉണ്ട് നമ്മുടെ ഹൗസ് ബോട്ട് മേഖലയിൽ. ഒന്ന് നമ്മുടെ ഗസ്റ്റിനുള്ള ഇൻഷുറൻസ്, 2 ഹൗസ് ബോട്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ട് ഇൻഷുറൻസ് എടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ ഹൗസ് ബോട്ട് ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ. അതായത് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഗസ്റ്റിന് എന്തെങ്കിലും വെള്ളത്തിൽ പോവുകയോ അതേപോലെ മറ്റു ആക്സിഡന്റിലൊക്കെ ഡെത്ത് അങ്ങനെ സംഭവിക്കാം. അപ്പം പ്രോപ്പർ ഇൻഷുറൻസും കാര്യങ്ങളും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെ വിറ്റുപോകേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പം വരുന്ന ഗസ്റ്റിന് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. നമ്മുടെ ഹൗസ് ബോട്ടിൽ വരുന്ന ഗസ്റ്റിനായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ട്, അല്ലാതെ ഹൗസ് ബോട്ടിനായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ. ഹൗസ് ബോട്ടിന്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതും ഹൗസ് ബോട്ടിന്റെ നമ്മുടെ എത്ര കോസ്റ്റ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഇൻഷുറൻസ് ഓഫീസ് വന്ന് നമ്മളൊരു വണ്ടിയുടെ പോലെ തന്നെ എത്ര ലക്ഷറി ആണെങ്കിൽ അതനുസരിച്ച് കൂടും, ബേസിക് ആണെങ്കിൽ അതനുസരിച്ച് കുറയും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഹൗസ് ബോട്ടിൽ പല രീതിയിലുള്ള റിസ്ക് വരാം. ചെറിയ രീതി ചിലപ്പോൾ തീപിടുത്തങ്ങൾ, വെള്ളം കയറൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭീമമായ നഷ്ടത്തിൽ നിന്നും നമുക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ സാധിക്കും. താൽക്കാലിക ലാഭത്തിന് കൂടുതൽ ആൾക്കാരെയും ഇൻഷുറൻസ് ഒന്നും എടുക്കാതിരിക്കും. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയൊരു കടക്കണിയിലേക്ക് പോകും. ഹൗസ് ബോട്ട് ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലോൺ, നിക്ഷേപം എന്നിവ അടങ്ങിയ ഒരു ചെറിയ പാട്ടിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഇത് അറിഞ്ഞതുകൊണ്ട് മാത്രമാകുന്നില്ല. നിങ്ങൾ ഒരു ഹൗസ് ബോട്ട് ബിസിനസ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകണം. അതിനായി
ഹൗസ് ബോട്ടിംഗ് ബിസിനസ് ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ശരിക്കും ബാക്ക് വാട്ടർ ടൂറിസം നമ്മുടെ ഈ കോവിഡ് സമയത്ത് 0 ലെവലിൽ പോയായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് ഹൗസ് ബോട്ട് ബാക്ക് വാട്ടർ ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാമ്പത്തിക സഹായം ചെയ്തായിരുന്നു. ശരി. പിന്നെ ഗവൺമെന്റ് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സ്റ്റാഫിനുള്ള ട്രെയിനിങ്ങും ഗവൺമെന്റ് സപ്പോർട്ടിനുള്ള അവയർനെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിലേ ഇതെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. കറക്റ്റ്. അപ്പം ഇപ്പം ഒത്തിരി ഹൗസ് ബോട്ടുകളുണ്ട്, പക്ഷെ പ്രോപ്പർ ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമുക്ക് ഈ സഹായം ഒന്നും കിട്ടത്തില്ല. അതെ. സാർ, ഇനി നമുക്ക് റെന്റിനും ലീസിനും എടുക്കാം. ഒരു ഹൗസ് ബോട്ട് റെന്റിന് എടുത്ത് നടത്തുന്നവരുണ്ട്, ലീസിന് നടത്തുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് തുടക്കം കുറിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, റെന്റാണോ ലീസാണോ ഏതായിരിക്കും നല്ലത്? നോർമലി ഇവിടെ റൺ ചെയ്യുന്നത് ലീസാണ് പോകുന്നത്. ലീസാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഒരു 2 മാസത്തേക്ക് നമ്മൾ ഒരു ബോട്ട് കിട്ടിയെങ്കിൽ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മിനിമം ഒരു 1 ഇയർ ലീസിലെങ്കിലും കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ലീസായിരിക്കും നല്ലത്. തുടക്കകാലത്ത് ഞാനും ലീസിൽ ഹൗസ് ബോട്ട് ബിസിനസ്സിൽ ബോട്ട് എടുത്ത് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അത് ശരി. ഓക്കെ. അപ്പം രണ്ടിലും നമുക്ക് ലീസിൽ എടുക്കുന്നത് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും. നമുക്ക് ബിസിനസ് അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ ബിസിനസ് പഠിക്കാൻ പറ്റും. ഓക്കെ. സാർ, അതുപോലെ നമുക്ക് ഈ ക്യാപിറ്റലിൽ നമുക്കിപ്പോൾ ഒരു ഹൗസ് ബോട്ട് വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതിന്റെ ക്യാപിറ്റൽ എവിടെ നിന്നൊക്കെ നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കും? ഇപ്പം ഹൗസ് ബോട്ടിനായിട്ട് എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ബാങ്കുകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളത് ബിസിനസ് ലോണിൽ നിന്ന് തന്നെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് റേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിസിനസ് ലോൺ ആയിട്ട് തന്നെ. ബിസിനസ് ലോൺ ആയിട്ട്. ഓക്കെ. സാർ, ഇതുപോലെ നമുക്ക് കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത ഒരു ഇൻഡസ്ട്രിയാണ് ഹൗസ് ബോട്ട് ഇൻഡസ്ട്രി. അപ്പോൾ ഈ ഹൗസ് ബോട്ട് ഇൻഡസ്ട്രിയിൽ അന്ന് ഗവൺമെന്റ് സപ്പോർട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഗവൺമെന്റ് അന്ന് നല്ല രീതിയിലുള്ള ബാക്ക് വാട്ടർ ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മോട്ടിവേഷണൽ ക്ലാസ്സും പിന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടും ഓതറൈസ്ഡ് ആയിട്ടുള്ള ബോട്ടുകൾക്ക് എല്ലാവർക്കും നൽകി. അപ്പം കുറച്ച് താങ്ങായിരുന്നു നമ്മുടെ ഗവൺമെന്റ് സപ്പോർട്ടും കാര്യങ്ങളും. 0 ലെവൽ ബിസിനസ് പോയായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മുടെ ആൾക്കാർ ഉയർത്തെഴുന്നേറ്റ് വന്നു. കേരളത്തിൽ അവധി ദിനങ്ങൾ ചിലവിടാൻ അന്തർദേശീയ വിനോദസഞ്ചാരികൾ എന്നും ആഗ്രഹിക്കുന്നു. നദികൾ, തടാകങ്ങൾ, കനാലുകൾ എന്നിവ കേരളത്തിലെ പ്രധാന ആകർഷങ്ങളിൽ ഉൾപ്പെടുന്നു. ഗുണനിലവാരത്തിലും സേവനത്തിലും മികവ് പുലർത്തുന്ന ബോട്ടുകളെ തരംതിരിച്ച് അവർക്ക് സബ്സിഡികൾ വാഗ്ദാനം ചെയ്യുന്നു. ഹൗസ് ബോട്ടുകളെ നിലനിർത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ് ടൂറിസം വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഹൗസ് ബോട്ട് വ്യവസായത്തെ സഹായിക്കുന്നതിന് കേരള സർക്കാർ സാമ്പത്തിക സഹായവും സബ്സിഡിയും നൽകുന്നു. ലഭ്യമായ ചില സാമ്പത്തിക സഹായ പരിപാടികൾ ഇതാ: സബ്സിഡിയുള്ള വായ്പകൾ, ഹൗസ് ബോട്ടുകളുടെ നിർമ്മാണം, നവീകരണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ഹൗസ് ബോട്ട് ഓപ്പറേറ്റർമാർക്ക് സർക്കാർ സബ്സിഡി പലിശ നിരക്കിൽ വായ്പകൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വായ്പകൾ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും വ്യവസായത്തിന്റെ വളർച്ചയും വികാസവും പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ രീതികൾക്കുള്ള പ്രോത്സാഹനങ്ങൾ. പരിസ്ഥിതി സൗഹൃദ രീതികൾ സ്വരൂപിക്കുന്ന ഹൗസ് ബോട്ട് ഓപ്പറേറ്റർമാർക്ക് സർക്കാർ സാമ്പത്തിക പ്രോത്സാഹനങ്ങളും സബ്സിഡിയും നൽകുന്നു. ഹൗസ് ബോട്ട് പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിന് സോളാർ പാനലുകൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. മാർക്കറ്റിംഗും പ്രൊമോഷൻ പിന്തുണയും. ഹൗസ് ബോട്ട് ഓപ്പറേറ്റർമാർക്ക് വിപണനത്തിനും പ്രൊമോഷണൽ പ്രവർത്തനങ്ങൾക്കുമായി സർക്കാർ സാമ്പത്തിക സഹായവും സബ്സിഡിയും വാഗ്ദാനം ചെയ്യുന്നു. വ്യാപാര മേളകൾ, എക്സിബിഷനുകൾ, ടൂറിസം ഇവന്റുകൾ എന്നിവയിലെ പങ്കാളിത്തം, വിപണന കൊളാറ്ററലുകൾ, ഓൺലൈൻ പ്രൊമോഷനുകളുടെയും വികസനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിലൂടെ കൂടുതൽ സഞ്ചാരികളെ ഹൗസ് ബോട്ടുകളിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. അടിസ്ഥാന സൗകര്യ വികസന പിന്തുണ. ഹൗസ് ബോട്ടുകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. ജെട്ടികൾ, ഡോക്കിംഗ് സ്റ്റേഷനുകൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ, മറ്റ് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ നിർമ്മാണവും പരിപാലനവും ഇതിൽ ഉൾപ്പെടുന്നു. സന്ദർശകർക്ക് മൊത്തത്തിലുള്ള അനുഭവം മെച്ചപ്പെടുത്താനും ഹൗസ് ബോട്ട് ഓപ്പറേറ്റർമാർക്ക് പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും ഇത്തരം പിന്തുണ ലക്ഷ്യമിടുന്നു. പരിശീലനവും നൈപുണ്യ വികസന പരിപാടികളും. ഹൗസ് ബോട്ട് ക്രൂ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടികൾക്കും നൈപുണ്യ വികസന സംരംഭങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നു. ഹോസ്പിറ്റാലിറ്റി, ഉപഭോക്തൃ സേവനം,
സുരക്ഷാ നടപടിക്രമങ്ങൾ, ഹൗസ് ബോട്ടുകളുടെ പ്രവർത്തനവും അറ്റകുറ്റപ്പണിയും തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ വൈദഗ്ധ്യവും അറിവും തൊഴിലാളികൾക്ക് ഉറപ്പാക്കുന്നു. നിർദ്ദിഷ്ട സാമ്പത്തിക സഹായ പരിപാടികളും സബ്സിഡിയും കാലക്രമേണ വ്യത്യാസപ്പെടാം. കൂടാതെ യോഗ്യതാ മാനദണ്ഡങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും വിധേയമായേക്കാം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ലഭ്യമായ സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ചും അവയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്നും വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഹൗസ് ബോട്ട് ഓപ്പറേറ്റർമാർക്ക് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുമായോ ടൂറിസം സ്ഥാപനങ്ങളുമായോ ജില്ലാതല അധികാരികളുമായോ ബന്ധപ്പെടാം. ഹൗസ് ബോട്ട് ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ നിക്ഷേപം, ലോൺ എന്നിവയെ കുറിച്ചുള്ള ഒരു ചെറിയ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. പക്ഷെ ഒരു ബിസിനസ് ആരംഭിക്കാൻ ഇത് മാത്രം അറിഞ്ഞതുകൊണ്ട് ആവില്ല. ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.